എമ്പുരാൻ സിനിമയുടെ എഡിറ്റഡ് പതിപ്പ് അടുത്തയാഴ്ച തിയേറ്ററുകളിൽ. സ്ത്രീകൾക്കെതിരായ അക്രമവും കലാപത്തിലെ ചില രംഗങ്ങളും അടക്കം 17-ലധികം ഭാഗങ്ങൾ ഒഴിവാക്കി. ലഫ്റ്റനന്റ് കേണൽ പദവി അദ്ദേഹത്തിന് തിരിച്ചു വാങ്ങണം. ആനുകൂല്യങ്ങളൊന്നും പറ്റിയെന്നില്ലെങ്കിലും ഒരു വലിയ പദവിയല്ലേ. ആടുജീവിതത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ജോർദാനിൽ കുടുങ്ങിയ ഇദ്ദേഹം അവിടെ ആരെയൊക്കെയായിട്ടാണ് സമ്പർക്കം പുലർത്തിയിരുന്നത്? എമ്പുരാൻ സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം കുറെ ആൾക്കാർക്ക് ഇരിക്കപ്പുറത്ത് കിട്ടിയിട്ടില്ല. എന്തൊക്കെ വാർത്തകളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പൃഥ്വിരാജിനെതിരെ. പൃഥ്വിരാജിന് IS ബന്ധം ഉണ്ടെന്നൊക്കെയുള്ള രീതിയിലാണ് കുറച്ച് ആൾക്കാർ വന്ന് പറയണത്. സത്യം പറഞ്ഞ ഒരു സിനിമയായിട്ട് കാണാനുള്ള ബോധമൊന്നും യുവമാർക്ക് ഇല്ല എന്ന് ആലോചിക്കുമ്പം എനിക്ക് സങ്കടം മാത്രം. അതിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാം. മറുനാടന്റെ ചാനലിനകത്ത് മറുനാടൻ വന്ന് ഓരോ മിനിറ്റ് തോറും വന്നിരുന്ന് വീഡിയോ ഇടുന്നുണ്ട്. യാതൊരു ബോധവും വിവരമില്ല ഇയാൾക്ക്. ഇയാൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 കോടി അങ്ങോട്ട് മാത്രമേ ഇതുവരെ എമ്പുരാന് കിട്ടിയിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ അയാൾ സംസാരിക്കുന്നത്. എന്തൊക്കെ വിഡ്ഢിത്തരമാണ് അയാൾ പറയുന്നതെന്ന് അയാൾക്ക് തന്നെ അറിയത്തില്ല. സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ കളക്ഷൻ റെക്കോർഡ് എന്തുമാത്രമാണെന്നും. പ്രത്യേകിച്ച് ബുക്ക് മൈ ഷോയുടെ ടിക്കറ്റ് ലിസ്റ്റുകൾ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തുമാത്രം ടിക്കറ്റ് ബുക്കിങ്ങുകൾ ഈ ഒരു പടത്തിന് കിട്ടിയിട്ടുണ്ടെന്ന്. എന്തിനാണോ എന്തോ ഈ ഒരു മൂവി മനഃപൂർവ്വം ഇങ്ങനെ തകർക്കാനായിട്ടുള്ള കുറച്ച് പരിപാടികൾ ചെയ്യുന്നതെന്ന് ഇതുവരെ മനസ്സിലാകുന്നില്ല. അപ്പൊ എന്തായാലും പടം റീസെൻസർ ചെയ്തിട്ടുണ്ട്. അതിന്റെ 17 ഭാഗങ്ങളാണ് വെട്ടി മാറ്റിയിരിക്കുന്നത്. ഒരു സിനിമ എത്രത്തോളം നശിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം എല്ലാം നശിപ്പിക്കുന്നുണ്ട് ഇവരെല്ലാവരും. എന്തിനാണ് ഈ 17 ഭാഗം കട്ട് ചെയ്യുന്നത് എനിക്ക് ഇതുവരെ പിടിയിട്ടില്ല. ഒരു സിനിമയുടെ രീതിയിൽ കാണാൻ പറ്റാത്തതിന്റെ പ്രശ്നങ്ങളാണ് ഇതെല്ലാം. എങ്കിൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആദ്യമേ ഇവർക്ക് കട്ട് ചെയ്ത് മാറ്റിക്കൂടായിരുന്നോ? ഇപ്പൊ എന്തിനാണ് വീണ്ടും റീസെൻസർ ചെയ്ത സമയത്താണ് ഇവർക്ക് ബോധം വന്നത്? എന്തായാലും പൃഥ്വിരാജിനെതിരെയുള്ള ആരോപണങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഫയലുകളിൽ നിന്ന് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഇതിനകം പൃഥ്വിരാജിനെതിരെ ഉയരുന്നുണ്ട്. അതിനിടെ ഇപ്പോൾ ഗണേഷിന്റെ പോസ്റ്റ് കുറെ കൂടി കടന്ന കൈയാണ്. എങ്ങനെ കാണാം അതിനെ? സൈഫുദ്ദീൻ, ഈ വിവാദത്തിൽ നിന്നും വഴിമാറി നടക്കാൻ അല്ലെങ്കിൽ തലയൂരി പോകാൻ വേണ്ടിയാണ് BJP സംസ്ഥാന നേതൃത്വം കിണഞ്ഞു ശ്രമിക്കുന്നത്. അതിനിടയിലാണ് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ K ഗണേഷ് ഒരു പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ അല്പം കടന്ന പ്രയോഗങ്ങളൊക്കെ ഉള്ളതാണ് ഈ പോസ്റ്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എമ്പുരാൻ സിനിമയുടെ സംവിധായകനും നടനുമായ പൃഥ്വിരാജിനെതിരെ അദ്ദേഹത്തിന്റെ വിദേശ ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഫേസ്ബുക്കിലെ ഈ കുറിപ്പ് തുടങ്ങുന്നത്. ആടുജീവിതം സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ തികച്ചും ദേശവിരുദ്ധമാണ് എന്നാണ് ഗണേഷ് കുറ്റപ്പെടുത്തുന്നത്. കുരുതിയും ജനഗണമനയും എമ്പുരാനും വരെ എത്തി നിൽക്കുന്ന തീവ്രവാദ ആശയങ്ങളെ വെള്ളപൂശുന്ന കഥാതന്തുവാണ് ഇദ്ദേഹത്തിന്റെ സിനിമകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആടുജീവിതത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ജോർദാനിൽ കുടുങ്ങിയ ഇദ്ദേഹം അവിടെ ആരെയൊക്കെയായിട്ടാണ് സമ്പർക്കം പുലർത്തിയിരുന്നത് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഗണേഷ് പറയുന്നത്. ആടുജീവിതത്തിന്റെ ഷൂട്ടിങ്ങിൽ ജോർദാനിൽ നടക്കുന്ന സമയത്ത് പൃഥ്വിരാജ് അവിടെ ആരുടെയൊക്കെ മിണ്ടി ആരുടെയൊക്കെ സഹകരിച്ചു എന്ന് വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് വേണം എന്നുള്ള രീതിയിലൊക്കെയാണ് പൃഥ്വിരാജിനെതിരെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പൃഥ്വിരാജിന് തീവ്രവാദികളുമായിട്ട് ബന്ധമുണ്ട്, IS-ഉമായിട്ട് ബന്ധമുണ്ട്. എന്തെല്ലാം പൊട്ടത്തരങ്ങളാണ് നിങ്ങളൊക്കെ വന്നിരുന്ന് പറയണത്. ഒരു സിനിമ ഏത് സെൻസിൽ എടുക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഒരു സിനിമ ഒരു ജീവിതമായിട്ടല്ല എടുക്കേണ്ടത്. കാര്യം അത് തീർച്ചയായിട്ടും ആ ഒരു സിനിമ കാണുമ്പോഴേ എല്ലാ പാർട്ടിക്കാർക്കും ഇട്ട് നൈസായിട്ട് കൊട്ടി പോകുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ആ ഒരു സിനിമയ്ക്കകത്ത് ഏത് പാർട്ടിയാന്നുള്ള രീതിയിലൊന്നും എടുത്ത് എടുത്തിട്ടൊന്നുമില്ല. ഇതൊരു സിനിമയായിട്ട് തന്നെ കാണണമെന്ന് പല BJP നേതാക്കന്മാരും വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇവർക്കൊക്കെ എന്താണ് ഇത്രത്തോളം ഇങ്ങനെ കുരു പൊട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എത്രത്തോളം ഒരാളെ തകർക്കാൻ പറ്റും അല്ലെങ്കിൽ എത്രത്തോളം ഒരു സിനിമയെ തകർക്കാൻ പറ്റും അതിന്റെ ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഇതൊക്കെ. പൃഥ്വിരാജിന്റെ സാമ്പത്തിക സോഴ്സ് അന്വേഷിക്കാൻ പോകുന്നു. പൃഥ്വിരാജിന് ഈ പറയുന്ന തീവ്രവാദികളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. എന്തെല്ലാം കോമഡികളാണ് നടക്കുന്നത്. കൊറോണ കാലത്തെ അറേബ്യൻ ജീവിതത്തിനിടയിൽ IS ആശയങ്ങളിൽ പ്രേരിപ്പിക്കപ്പെട്ടാണോ പൃഥ്വിരാജ് ഇത്തരം ദേശവിരുദ്ധ ആശയങ്ങൾ തൻ്റെ സിനിമകളിലൂടെ പ്രചരിപ്പിക്കുന്നതെന്ന് ന്യായമായും സംശയിക്കണം എന്നാണ് ഗണേഷ് പറയുന്നത്. ദേശീയ അന്വേഷണ ഏജൻസികൾ തന്നെ ഇക്കാര്യങ്ങൾ അന്വേഷിക്കണം, ബഹിഷ്കരിക്കാനല്ല, മറിച്ച് എമ്പുരാൻ ഒളിച്ചു കടത്തുന്നത് ദേശവിരുദ്ധത തന്നെയാണെന്ന് അടിവരയിട്ട് പറയാം എന്നു പറഞ്ഞുകൊണ്ടാണ് യുവമോർച്ച നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. നമുക്കറിയാം ഇന്ന് മുതിർന്ന BJP നേതാവായ മുൻ കേന്ദ്രമന്ത്രിയായ V മുരളീധരനോട് ഈ സിനിമയെ സംബന്ധിച്ച വിവാദങ്ങളോട് ചോദിക്കുമ്പോൾ അതിനെല്ലാം സംസ്ഥാന നേതൃത്വം ഇന്നലെ വിശദീകരിച്ചതിനപ്പുറം ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു. ഒരു വാചകം പോലും പറഞ്ഞ് ആ വിവാദത്തിൽ തലവെക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോഴാണ് യുവമോർച്ചയുടെ നേതാവായ ഗണേഷ് പൃഥ്വിരാജിനെ നേരിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ IS ആശയങ്ങളാൽ പ്രേരിപ്പിക്കപ്പെട്ടോ എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും രംഗത്തൊക്കെ വന്നുകൊണ്ട് ഇരിക്കത്തേ ഉള്ളൂ. കാര്യം ഇത്തരത്തിലൊക്കെയുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ പറഞ്ഞാൽ ഇതൊന്നും ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. കാര്യം നിങ്ങൾ തന്നെ നിങ്ങളുടെയൊക്കെ വില കൊണ്ടുവന്ന കളയുവാണ്.
അതിന് പൃഥ്വിരാജിനെ പോലെയുള്ള ഒരാൾ ഒരു ആസ് എ ഡയറക്ടർ പുള്ളിക്കാരൻ ഒരു നല്ലൊരു പടം എടുത്തു. ആ പടം ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് കാണിച്ചിരിക്കുന്ന കോണ്ടന്റ് ആണ് ഇവിടെ ഉള്ള ആൾക്കാർക്കെല്ലാം കുരുപൊട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ടും ഗുജറാത്തിൽ നടന്ന കലാപമായിട്ടും പ്രത്യേകിച്ച് ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആ ഒരു മൂവി എടുത്തതെന്നുള്ള ഒരു ആരോപണം. ഇതെല്ലാമാണ് നിങ്ങളെല്ലാവരും ഈ പടത്തെ പറ്റിയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ പടത്തിൽ അഭിനയിച്ചതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ആ പടത്തിന്റെ സ്റ്റോറിയെ പറ്റിയിട്ടോ ഒന്നും ആരും വന്ന് എവിടെയും സംസാരിക്കുന്നില്ല. എല്ലാവർക്കും പാർട്ടി കാര്യങ്ങൾ ഇതിന്റെ പേരിൽ തമ്മി തല്ലണം. പൃഥ്വിരാജിന്റെ സാമ്പത്തിക സോഴ്സ് നോക്കണം, പൃഥ്വിരാജിന് IS-ഉമായിട്ട് ബന്ധമുണ്ടോ എന്ന് നോക്കണം. എന്ത് കോമൺ സെൻസ് ഉണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക്? നിങ്ങൾ തന്നെ ഒന്ന് പറ. ഇപ്പം നാളെ ഒരു കാലത്ത് ഒരു സിനിമയും ഇവിടെ എടുക്കാൻ പറ്റാത്ത രീതിയിലോട്ടാണ് ഈ സാഹചര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്. എന്തായാലും തീർന്നിട്ടില്ല, ഇനി വേറൊരെണ്ണം കൂടെ ഉണ്ട്. മോഹൻലാലിന്റെ ലെഫ്റ്റനന്റ് കേണൽ പദവി ഉണ്ടല്ലോ, അതും തിരിച്ചെടുക്കണം എന്നുള്ള രീതിയിലാണ് കുറച്ച് ആൾക്കാർ പറയുന്നത്. അതും കൂടി നമുക്ക് കേൾക്കാം. എമ്പുരാൻ ഇന്ത്യ ഭരിക്കുന്നവരെ അപകീർത്തിപ്പെടുത്തുന്ന സിനിമ എന്ന് BJP ദേശീയ കൗൺസിൽ അംഗം C രഘുനാഥ് പറയുന്നു. മോഹൻലാലിന്റെ ലെഫ്റ്റനന്റ് കേണൽ പദവി തിരികെ വാങ്ങണമെന്നും അല്ലാത്ത പക്ഷം കോടതിയിൽ പോകുമെന്നും C രഘുനാഥ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. BJPയുടെ ദേശീയ കൗൺസിൽ അംഗം C രഘുനാഥ് നമുക്കൊപ്പം ഉണ്ട്. എമ്പുരാൻ സിനിമ കണ്ടോ? സിനിമ കണ്ടു. സിനിമയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അത് പ്രദർശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊന്നും ഞങ്ങൾ ആരും തന്നെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണ്. ഇതിനകത്തൊരു യഥാർത്ഥ അജണ്ടയുണ്ട്. ഇന്ത്യയിലെ ഇന്ന് ഭരിക്കുന്ന ഭരണകൂടത്തെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമം, ബോധപൂർവമായ ശ്രമം ഇതിൻ്റെ പുറകിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെയൊക്കെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു ശ്രമം ആ പടത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ശരിക്കും ഈ പറയുന്ന ആൾക്കാരൊക്കെ ഈ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് നല്ല സംശയമുണ്ട്. കാര്യം നമ്മൾ കണ്ടതാണ് ബുക്ക് മൈ ഷോയിൽ എന്തുമാത്രം മാസീവായിട്ടാണ് ഈ ടിക്കറ്റ് ബുക്കിംഗ് വന്നതെന്ന്. അപ്പം ഇതിനോടകം തന്നെ ഈ ഫേമസ് ആയിട്ടുള്ള ഈ വലിയ പൊളിറ്റിക്കായിട്ടുള്ള ആൾക്കാരെല്ലാം ഈ പടത്തിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നോ? കാര്യം ഇവരെല്ലാവരും പോയി സിനിമ കണ്ടിട്ടുണ്ടായിരുന്നോ? അതായത് എനിക്കിതിനകത്തെല്ലാം നല്ല സംശയമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പാർട്ടി അപമാനിക്കുന്ന രീതിയിലാണ് ഈ പടം എന്ന് ഒരാൾ എന്തെങ്കിലും വാ തുറന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്ക് ടു ബാക്ക് എല്ലാവരും ഗ്രൂപ്പായിട്ട് വന്നിരുന്ന് അറ്റാക്ക് ചെയ്യുവാണ്. എന്തോന്നടേ ഇതൊക്കെ? എനക്കൊന്നും ഒരു ബോധമില്ലേ? അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെയുള്ള വിഡിത്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറയുമോ? മോഹൻലാലിന്റെ ലെഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണമെന്ന്. ആ പുള്ളി രാജ്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? ആ പുള്ളിയുടെ എന്തിന്റെ പേരിലാണ് ഈ ലെഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണമെന്ന് പറയണത്? പറയുന്നതിന് എന്തെങ്കിലും ഒരു സാമാന്യ ബോധം വേണ്ടേ പറയുന്നതിന്? അതൊന്നുകിൽ കമേഴ്ഷ്യലായിരിക്കും, അല്ലെ അതിൽ മതപരമായ ചില അംശങ്ങളുണ്ടാവും. അതിലൊരു മുൻനിര നായകൻ കൂടിയായ പൃഥ്വിരാജാണ് അതിൻ്റെ സംവിധായകൻ, മോഹൻലാലാണ് അതിലെ നായകൻ. അവർ ബോധപൂർവമായ ഒരു ശ്രമം നടത്തിയെന്നാണോ? മോഹൻലാലിനെ പോലെയുള്ള ആൾ ഒരു കഥ വായിക്കാതെ ഒരു സിനിമ ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോഹൻലാൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞു നടക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്നവരൊക്കെ അവമതിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ എടുത്തപ്പോൾ അതൊന്നും അയാൾ അറിയാതെ ചെയ്തു എന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. ലെഫ്റ്റനന്റ് കേണൽ പദവി അദ്ദേഹത്തിന് തിരിച്ചു വാങ്ങണം. ആനുകൂല്യങ്ങളൊന്നും പറ്റിയെന്നില്ലെങ്കിലും ഒരു വലിയ പദവിയല്ലേ. ആ പദവി വഹിക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു പടയോട്ടത്തിന് അദ്ദേഹം നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് തിരിച്ചു വാങ്ങണമെന്നുള്ള അഭിപ്രായം. ഞങ്ങളതിന് കേസും പോകും, തിരിച്ചു വാങ്ങണമെന്ന് ആവശ്യപ്പെടും. BJP ഏതായാലും അതിനെതിരെ ഒരു പ്രചാരണത്തിന് പോകേണ്ട തീരുമാനമാണ് എന്ന് പോലും എടുത്തത്. എന്തായാലും BJP അതിന് ലൈറ്റായിട്ട് എടുക്കുന്നൊന്നും എൻ്റെ വിശ്വാസമില്ല. പക്ഷേ വ്യക്തിപരമായി ഇത് ശരിയല്ല എന്നുള്ള അഭിപ്രായം. അപ്പോൾ ആ പദവി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ വേണമെങ്കിൽ കേസിന് പോകും എന്നാണ് പറയുന്നത്. എന്തായാലും ധൈര്യമായിട്ട് കേസ് പോകട്ടെ. ഈ നാട്ടിൽ കോടതി നിയമമൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഒരു വർഗീയ കലാപവും അല്ലെങ്കിൽ പാർട്ടിക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയും ഒക്കെയാണ് ഇവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്യണത്. എവരുടെയൊക്കെ പേരിലാണ് കേസ് എടുക്കേണ്ടത്? ഒരു കലാപ ആഹ്വാനത്തിന് തുടക്കം ഇടുന്ന രീതിയിലോട്ടാണ് ഇവരുടെയൊക്കെ പല പ്രവർത്തനങ്ങളും. കാര്യം അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് പല ആൾക്കാരും വന്നിട്ട് ഇപ്പോൾ പറയണത്. പൃഥ്വിരാജിന് IS-ഉമായിട്ടൊക്കെ ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ ഒരു പടം ഇറക്കിയതിൻ്റെ പേരിലാണ്. ആ പടത്തിൽ ഇത്രയും അങ്ങ് കൊള്ളിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അതിനകത്ത് കാണിക്കുന്നത്? എനിക്കൊന്നും ബേസിക്കലി അത് കണ്ടിട്ടൊന്നും തോന്നിയില്ല. നല്ലൊരു മൂവി, ഒരുപാട് ആൾക്കാരും കൂടി എഫേർട്ട് എടുത്ത നല്ലൊരു മൂവിയായിട്ട് തോന്നി. വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവി എന്നും പറഞ്ഞ് ആ മൂവി തീരെ മോശമാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ടുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. ഇതെല്ലാം നമ്മൾ ഒന്ന് ചിന്തിക്കണ്ടേ. ഇനി ഈ പടത്തിന്റെ എഡിറ്റഡ് വെർഷൻ അടുത്ത ആഴ്ച തിയേറ്ററിലേക്ക് വരുമെന്നാണ് പറയുന്നത്. ഏകദേശം 17 ഭാഗങ്ങളാണ് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചോണം, ഒരു സിനിമയുടെ 17 ഭാഗങ്ങൾ, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 17 ഭാഗങ്ങളായിരിക്കും അത്. ആ സാധനം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തോത്തിനുള്ള ആ ഒരു സിനിമ? അങ്ങനെ തന്നെ എനിക്ക് ഇതിനകത്ത് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇതിനകത്ത് ആ റേപ്പ് സീൻ, ഓക്കെ, ആ റേപ്പ് സീൻ നമുക്ക് വേണേൽ കട്ട് ചെയ്ത് മാറ്റാം. അതൊരു ഗർഭിണിയെ റേപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. ആ സാധനം കട്ട് ചെയ്ത് മാറ്റാം. പക്ഷേ പിന്നുള്ള 17 ഭാഗങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനകത്തുള്ള വയലൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? അതോ ഈ പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങൾ അത് തന്നെ ആയിരിക്കാം മേ ബി. അതിൻ്റെ തുടക്ക സമയത്ത്, അതായത് പൃഥ്വിരാജിന്റെ ആദ്യ കാലഘട്ടങ്ങൾ കാണിക്കുന്ന ആ ഒരു സീൻസ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പടം ഇല്ല. അങ്ങനെ എനിക്ക് തോന്നുന്നത്. എന്തായാലും സെൻസർ ചെയ്തതിന്റെ വാർത്ത നമുക്കൊന്ന് കണ്ടു നോക്കാം. എമ്പുരാൻ സിനിമയുടെ എഡിറ്റഡ് പതിപ്പ് അടുത്തയാഴ്ച തിയേറ്ററുകളിൽ. സ്ത്രീകൾക്കെതിരായ അക്രമവും കലാപത്തിലെ ചില രംഗങ്ങളും അടക്കം 17ലധികം ഭാഗങ്ങൾ ഒഴിവാക്കി.
ഇപ്പോൾ വിശദാംശങ്ങളുമായും ദിനു പ്രകാശാണ് ചേരുന്നത്. ദിനു, വലിയ രാഷ്ട്രീയ വിവാദമായ സാഹചര്യത്തിലാണോ ഈ എമ്പുരാന് ഇപ്പോൾ വെട്ടുവന്നിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും സിനിമയിലെ ചില രംഗങ്ങളും സിനിമ കൈകാര്യം ചെയ്ത വിഷയവും വലിയ വിവാദമായതോടുകൂടിയാണ് ഇത്തരത്തിലൊരു വെട്ട എമ്പുരാന ഏൽക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ സ്വയം ഏറ്റെടുത്തത് എന്ന് പറയേണ്ടി വരും. കാരണം ഇത് റീസെൻസറിംഗ് അല്ല, വോളണ്ടറി മോഡിഫിക്കേഷൻ. അതായത് സിനിമയുടെ നിർമ്മാതാവ് തന്നെ ഈ സമൂഹത്തിലുണ്ടായിട്ടുള്ള ഇത്തരം വിമർശനങ്ങളും വിവാദങ്ങളും കണക്കിലെടുത്തുകൊണ്ട് എൻ്റെ സിനിമയിൽ നിന്നും ഇത്രയും രംഗങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ സ്വന്തം സിനിമയിൽ നിന്നും ഇത്രയും രംഗങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ട് ഒരു പരിഷ്കരിച്ച പതിപ്പ് സെൻസർ ബോർഡിന് മുന്നിൽ സമർപ്പിക്കുന്നു. ആ പരിഷ്കരിച്ച പതിപ്പിന് ഇനി സെൻസർ ബോർഡ് അംഗീകാരം നൽകണം. അങ്ങനെ അംഗീകാരം നൽകുന്ന കോപ്പിയാണ് ഇനി അടുത്ത ആഴ്ച മുതൽ, ഏറെക്കുറെ ഞാൻ മനസ്സിലാക്കുന്നതാണ് ശരിയാണെങ്കിൽ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ആയിരിക്കും പരിഷ്കരിച്ച എമ്പുരാന്റെ പതിപ്പ് തിയേറ്ററുകളിൽ എത്തുക. അതായത് ഈ പടത്തിന്റെ പകുതി പോർഷൻസ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്, ഇതെനിക്ക് റീസെൻസർ ചെയ്ത് തരണം എന്നുള്ള രീതിയിൽ ഈ സെൻസർ ബോർഡിനെ സമീപിക്കുകയും എന്നിട്ട് അവരത് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ചത്തോടെ ഈ ഒരു എഡിറ്റഡ് വേർഷൻ തിയേറ്ററുകളിൽ അവൈലബിൾ ആവും എന്നാണ് പറയണത്. ശരിക്കും കലാപത്തിലുള്ള കുറച്ച് സീൻസ് ഒക്കെയാണ് കട്ട് ചെയ്യുമെന്ന് പറയുന്നത്. ഈ കലാപം എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു വൈറ്റൽ പോയിന്റ്സ് ആണ് ഇതൊക്കെ, ആ ഒരു പടത്തിന്റെ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കളയുമ്പോൾ ഈ സിനിമയെ എത്രത്തോളം ബാധിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അതായത് നാളെയും മറ്റന്നാളും അടക്കം സെൻസർ ബോർഡ് അവധിയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ചൊവ്വാഴ്ച നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ആയിരിക്കും ഈ പരിഷ്കരിച്ച പതിപ്പ് തിയേറ്ററുകളിൽ എത്തുക. മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ 17-ലധികം ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് ചിത്രത്തിന്റെ നിർമ്മാതാവായിട്ടുള്ള ആന്റണി പെരുമ്പാവൂർ ഈ പരിഷ്കരിച്ച എമ്പുരാന്റെ പതിപ്പ് സെൻസർ ബോർഡിന് മുന്നിൽ അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ ആ പരിഷ്കരിച്ച പതിപ്പായിരിക്കും ഇനി തിയേറ്ററുകളിൽ എത്തുക. അത് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ആയിരിക്കും ഈ തിയേറ്ററുകളിലേക്ക് എത്തുക. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒട്ടനവധി വിമർശനങ്ങൾ, വിവാദങ്ങളടക്കം ഈ സിനിമയുമായി ബന്ധപ്പെട്ട സിനിമയുടെ ആദ്യ ഷോ കഴിഞ്ഞ തൊട്ടു പിന്നാലെ തന്നെ ഉണ്ടായതോടുകൂടിയാണ് വലിയ ഒരു സമ്മർദ്ദത്തിലേക്ക് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ പോകുന്നത്. അനാവശ്യമായിട്ടുള്ള വിവാദം അത്രയേ ഉള്ളൂ, അല്ലാതെ അതിൽ കൂടുതൽ നമുക്ക് ഇതിനകത്തൊന്നും പറയാനില്ല. വെറുതെ അനാവശ്യമായിട്ടുള്ള ഇഷ്യൂസ്, അതായത് പാർട്ടി തലയ്ക്ക് പിടിച്ചു കൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാർ, അവർക്കൊക്കെ തോന്നുന്ന കുറച്ച് മാനസിക അസുഖം എന്ന് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. അതിൽ കൂടുതൽ നമുക്കൊന്നും പറയാനില്ല. കാര്യം ഒരു സിനിമ എത്രത്തോളം നശിപ്പിക്കാൻ പറ്റുന്നോ അത്രത്തോളം അവർ നശിപ്പിക്കുന്നുണ്ട്. ഇത് എന്തിൻ്റെ പേരിലാണെന്ന് അറിയത്തില്ല. ഒരു പടം എന്ന് പറയണത് അതൊരു ഫിക്ഷണൽ ക്യാരക്ടേഴ്സാണ് അതിനകത്തുള്ളത്. ആ പടം തുടങ്ങുമ്പം തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. ഈ കഥയിലുള്ള കഥാപാത്രങ്ങളും എല്ലാം സാങ്കല്പികമാണെന്നുള്ള രീതിയിൽ തന്നെ അതിനകത്ത് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സിനിമയാണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഈ ചെയ്യുന്ന പ്രവർത്തികളല്ല. എന്തായാലും ഇതെല്ലാം ഈ ഒരു സിനിമയെ എന്തുമാത്രം ബാധിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ നോക്കാം. എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.